അൺബിലീവബിൾ സ്കില്ലിൻ്റെ ഗെയിമാണ് ഫുട്ബോൾ. മോഡേൺ ഫുട്ബോളിൽ ഓരോ താരങ്ങളും ഉപയോഗിക്കുന്ന മൂവ്മെൻറ്റുകളും ഡ്രിബ്ലിങ്ങും ആരാധകരെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഫുട്ബോൾ മൈതാനത്ത് താരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള റെയർ സ്കിൽസ് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഞങ്ങൾ ഈ ചാനലിൽ റെഗുലറായി ക്രിക്കറ്റ്, ഫുട്ബോൾ, ഫാക്ട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫുട്ബോളിലെ ക്രേസി സ്കിൽസിനെ പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേത്. കാരണം ചില സമയങ്ങളിൽ അദ്ദേഹം പന്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ആരാധകർക്ക് രോമാഞ്ചം ഉയർന്നു വരാറുണ്ട്. ഫുട്ബോളിൽ സ്റ്റെപ്പ് ഓവർ എന്ന ഡ്രിബ്ലിംഗ് സ്കിൽ റൊണാൾഡോയേക്കാൾ മികച്ചതായി മറ്റാരും ഇപ്പോൾ കളിക്കുമെന്ന് തോന്നുന്നില്ല. റൊണാൾഡോയ്ക്ക് മുൻപ് റോബിന്യോ ആയിരുന്നു ഈ സ്കിൽ കൂടുതൽ ഫേമസ് ആക്കിയത്. പലപ്പോഴും ഡിഫൻഡേഴ്സിനെ ഈസിയായി കബളിപ്പിക്കാൻ താരങ്ങൾ ഈ സ്റ്റെപ്പ് ഓവർ ഉപയോഗിക്കാറുണ്ട്. ബ്രസീലിയൻ താരം കെർലോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരാധകരുടെ മനസ്സിലേക്ക് എത്തുക സീൽ ഡ്രിബിൾ ആയിരിക്കും. അസാധ്യ കഴിവും ബാലൻസ് ഉപയോഗിച്ച് പന്ത് ഹെഡ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് സീൽ ഡ്രിബിൾ എന്ന് പറയുന്നത്. ഒന്നിലധികം തവണ കെർലോൺ മൈതാനത്ത് തന്റെ പ്രത്യേക കഴിവ് എക്സിബിറ്റ് ചെയ്തിരുന്നു. എന്നാൽ താരത്തെ ഡിഫൻഡേഴ്സ് എൽബോ ചെയ്യാൻ തുടങ്ങിയതോടെ ഈ സ്കിൽ പതിയെ മാറ്റിവെക്കേണ്ടതായി താരത്തിന് വന്നു. ഇത് ഡേഞ്ചറസ് ആയതിനാൽ നിലവിലെ ഫിഫ നിയമങ്ങളിൽ സീൽ ഡ്രിബിൾ ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. ബാക്ക് ലെഗ് ഫ്ലിക്ക്, റെയിൻബോ ഫ്ലിക്ക്, ടിയാഗോ ഫ്ലിക്ക് തുടങ്ങി ഓപ്പോസിറ്റ് ഡിഫൻഡറെയും ഗോൾ കീപ്പറെയും കബളിപ്പിക്കുന്ന നിരവധി സ്കിൽസ് ഫുട്ബോളിലുണ്ട്. ജെ ഒക്കോച്ചയാണ് റെയിൻബോ സ്കിൽ കോമ്പറ്റീറ്റീവ് ഫുട്ബോളിൽ ഫേമസ് ആക്കിയത്. എതിർദിശയിലേക്ക് മൂവ് ചെയ്യുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതാണ് ഈ സ്കില്ലിൻ്റെ പ്രത്യേകത. നിരവധി പോപ്പുലർ പ്ലെയേഴ്സ് ഈ സ്കില്ലിൽ നിന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബാക്ക് ലെഗ് ഫ്ലിക്ക് പെനാൽറ്റി ബോക്സിനുള്ളിൽ കണ്ണിങ് ആയ മൂവ് തന്നെയാണ്. ഒരേ സമയം ഗോൾ സ്കോറിങ്ങിനും അതുപോലെ തന്നെ ഡിഫൻസിനെ പറ്റിക്കാനും ഈ ഫ്ലിപ്പ് കൊണ്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ട ഈ സ്കില്ലിനെയൊക്കെ കൂട്ടിയിണക്കി വേറൊരു ലെവലിലേക്ക് എത്തിച്ച താരമായിരുന്നു ഹുവാൻ റോമൻ റിക്കൽമെ. മുന്നിൽ നിന്ന പ്ലെയറെ വളരെ വിദഗ്ധമായി പുൾ ബാക്കും ബാക്ക് ഫ്ലിക്കും ചെയ്ത് പറ്റിക്കാനുള്ള ശ്രമമാണ് റോമൻ നടത്തിയത്. ഫുട്ബോളിൽ തന്നെ വളരെ വിരളമായി മാത്രമേ ഇത്രയും സ്കിൽഡായ നീക്കങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും നേരം ചില താരങ്ങൾ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റായ നീക്കങ്ങളും സ്കില്ലുകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇതെല്ലാം ഒത്തിണങ്ങി വേറെ ലെവലെന്ന് പറയാൻ പറ്റുന്ന താരമായിരുന്നു ബ്രസീലിൻ്റെ റൊണാൾഡീഞ്ഞോ. താരത്തിൻ്റെ കൺട്രോളും ഞൊടിയിടയിലുള്ള നീക്കങ്ങളും പലപ്പോഴും കണ്ണുകൾക്ക് ഒരു വിരുന്ന് തന്നെ നൽകാറുണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. വിവരിക്കാൻ തന്നെ പറ്റാത്ത ഡിഫറൻറ്റ് ലെവലിലായിരുന്നു റൊണാൾഡീഞ്ഞോ. ഇനി ഈ വീഡിയോകളൊന്ന് കണ്ടു നോക്കൂ. സ്പെഷ്യൽ സ്കില്ലും പ്രോപ്പർ ടൈമിങ്ങും കൊണ്ട് ചില താരങ്ങൾ നടത്തിയിട്ടുള്ള ഹൈ IQ മൂവുകളാണ് ഇതെല്ലാം. സോ ഇത്രയുമായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ.